ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ റൈഡ് ഹൈദരാബാദിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മാപ്പ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഡേ 3 ഹൈദരാബാദിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. രാവിലെ തുടങ്ങിയപ്പോൾ തന്നെ നല്ല ഒരു ഓഫ് റോഡ് കിട്ടി. നല്ലൊരു ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ളൊരു ഓഫ് റോഡൊന്നല്ല, കാലിടാത്തൊരു വഴി. പക്ഷേ ഒരു രസമുണ്ടായിരുന്നു. 2 ചാട്ടമൊക്കെ ചാടി രാവിലെ ഒരു എനർജിയായി. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഏകദേശം 6:30 ആയപ്പോൾ ഞാൻ ബാംഗ്ലൂർ എത്തി. മിനിഞ്ഞാന്ന് മധുര വരെ വണ്ടി ഓടിച്ചത് ആദ്യമേ എനിക്കൊരു അബദ്ധമായിട്ട് തോന്നിയായിരുന്നു. കാരണം ഇച്ചിരി ലേറ്റായിപ്പോയി. പിന്നെ അത്രയും ദൂരം ആദ്യത്തെ ദിവസം തന്നെ വണ്ടി ഓടിച്ചു. അത് എനിക്ക് ആദ്യമേ ഒരു മടുപ്പ് പോലെ തോന്നിയിരുന്നു. പക്ഷേ ഇന്നലത്തെ റൈഡ് കുറച്ചും കൂടെ നേരത്തെ എത്തിയപ്പം അത് വലിയൊരു സാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. ഹൈദരാബാദ് എത്തുക, അല്ലെങ്കിൽ ഹൈദരാബാദിന് അപ്പുറം എത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷേ ഇപ്പോൾ ഇറങ്ങാൻ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് എത്രത്തോളം അത് പോസിബിളാണെന്ന് അറിയത്തില്ല. ഇന്ന് ഏകദേശം ഒരു 600 കിലോമീറ്റർ നമുക്ക് ഓട്ടോ ഉണ്ട്. അതൊരു 11 മണിക്കൂർ കുറഞ്ഞ വശം വേണ്ടി വരുമെന്ന് വിചാരിക്കുന്നു. കാരണം റെസ്റ്റ് എടുക്കണം, ഫുഡ്, ബ്രേക്സ് അതെല്ലാം കൂടെ ആവുമ്പം എങ്ങനെ കളിച്ചാലും ഒരു 11 hours എങ്കിലും ട്രാവൽ കാണും. അപ്പോൾ ഇന്ന് ചിലപ്പം 6 മണിക്ക് മുമ്പേ എത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. നല്ലൊരു ഏരിയ, ഫുള്ള് ഡെക്കറേഷൻ ചെയ്തതുപോലെ ഒരു ഫീല്. ഈ ഫങ്ഷൻസിനൊക്കെ പോകുമ്പം എൻട്രൻസ് ഭാഗം ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തില്ല, അതുപോലത്തെ ഒരു ഏരിയ. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം. നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇലകളും മരമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂർ, ഝാൻസി, ഡൽഹി ഹൈവേ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാനതൊക്കെ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ട് റൂട്ട് ഏതൊക്കെയാണ് സെലക്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പം തിരക്കിൽ നിന്നൊക്കെ ഒഴിവായിട്ട് ഇനിയും കാണാം. ഇനി ഹൈവേ വിഷ്വൽസ് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലല്ലോ. എന്നാലും പോകുന്ന വഴിക്കുള്ള അത്യാവശ്യം കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അയ്യോ, നിങ്ങളാ കാണുന്ന മലനിരകളൊക്കെ കണ്ടോ? എൻ്റെ പൊന്നെ, ഒരുമാതിരി കൊട്ടാരം പോലെയുണ്ട്. എന്നാ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല, അത് ബൈ നേച്ചർ അങ്ങനെ ആയിരിക്കണം. പക്ഷെ കാഴ്ചയിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരു ഷോർട്ട് ബ്രേക്ക് ആകാം. കുറച്ച് നേരമായി വണ്ടി ഓടിക്കുന്നു. പിന്നെ നമുക്ക് ഇടയ്ക്ക് ബ്രേക്കൊക്കെ അത്യാവശ്യമാണ്. നമുക്ക് മാത്രമല്ല, വണ്ടിക്കും വേണം. ഇനിയിപ്പോൾ ഹൈദരാബാദിലേക്ക് ഏകദേശം ഒരു 1/2 ദിവസത്തെ യാത്രയും കൂടെ കാണും. 1/2 ദിവസം എന്ന് പറഞ്ഞാൽ ഫ്യൂ അവേഴ്സ് മോർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ എക്സാക്റ്റ് 12 മണിക്കൂർ വേണമെന്നല്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലുള്ള കിയയുടെ ഫാക്ടറിയാണ്. എല്ലാ ട്രാവൽ വ്ളോഗേഴ്സും ഈ റൂട്ട് പിടിക്കുമ്പോൾ ഈ ഒരു വിഷ്വൽസ് എല്ലാം അതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു എന്താ പറയണ്ടേ, ഞാൻ ഇത്രയും വലിയൊരു പ്ലാന്റ് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. വെളിയിലും അതുപോലെ തന്നെ എന്തുമാത്രം കാറാണ് പാർക്ക് ചെയ്തേക്കുന്നത്. സ്റ്റാഫിൻ്റെ ഉണ്ട്, പിന്നെ റെഡി ആയിട്ടുള്ളതിൻ്റെ ഉണ്ട്. എന്താ അല്ലേ, ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കാണാനുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പെട്രോളൊന്നും അടിക്കുന്നതിൻ്റെ വിഷ്വൽസ് ഒന്നും അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അതിന് ഞാൻ റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. കാരണം വെറുതെ ഒരു അനാവശ്യമായിട്ട് വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ചിലപ്പം പോകുന്ന വഴികളിൽ ഒന്നും അത്ര വീഡിയോ റെക്കോർഡ് ചെയ്ത് വിഷ്വൽ നിങ്ങളെ കാണിക്കാനുള്ളത് മാത്രം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ട്രാവൽ വീഡിയോ 5 മിനിറ്റ് കൊണ്ട് നിർത്തുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റിനകത്ത് നിൽക്കുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ആയിരിക്കും ആദ്യ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഫുൾ ടാങ്ക് തന്നെ അടിക്കുന്നുള്ളൂ. കാരണം ഞാൻ എപ്പോഴും ഫുൾ ടാങ്ക് തന്നെയാണ് അടിക്കുന്നത്. എന്ന് വെച്ച് ടാങ്ക് നിറയ്ക്കുക എന്നുള്ള രീതിയിലല്ല, ആ ക്രിമ്മിന് തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിലാണ് പെട്രോൾ ഫില്ല് ചെയ്യുന്നത്. എൻ്റെ ഒരു സജഷൻ അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബൈ എനി ചാൻസ് നമ്മുടെ നിന്ന് വണ്ടി ഒന്ന് സ്കിഡാവുമോ താഴെ വീഴുമോ എന്തെങ്കിലുമുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓവർഫ്ലോ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം.
പക്ഷെ നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ വീഴത്തില്ല, നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കാണുമല്ലോ, അതുകൊണ്ടാണ് നിറയ്ക്കുന്നത്. പിന്നെ ഹൈവേകളിൽ അത്രത്തോളം നമുക്ക് പെട്രോൾ പമ്പുകളിൽ നിയർ ബൈ അവൈലബിൾ ആണ്, അങ്ങനെയുള്ളതൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നോർമലി എല്ലാവരും ഫുൾ ടാങ്ക് തന്നെ അടിക്കത്തുള്ളൂ. അപ്പോൾ അതെല്ലാം എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ ചെക്ക് ചെയ്യണം. ഇപ്പം വൈകുന്നേരം ഒരു 6-7 മണിയോടെ എത്താൻ പറ്റും തന്നെയാണ് വിചാരിക്കുന്നത്. ഹൈദരാബാദിനുള്ളിൽ തന്നെ മാക്സിമം കയറാൻ നോക്കും. കഴിഞ്ഞ 2 വീഡിയോസൊക്കെ കണ്ടവർ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അത്ര വലിയ എന്താ പറഞ്ഞ എക്സ്പ്ലോറേഷൻ സൗത്ത് ഇതിൽ ഞാൻ ചെയ്യാത്തതുകൊണ്ട് അത്ര ഒരു എൻ്റർടൈനിങ് ആകാൻ ചാൻസ് ഇല്ല. എന്നിരുന്നാലും ഒരു റൈഡ് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ നമ്മൾ കാണിക്കുന്നതല്ലേ നല്ലത്, അല്ലാതെ പകുതിക്ക് വെച്ച് വീഡിയോ കാണിക്കുന്നത് കൊണ്ട് അർത്ഥമില്ലല്ലോ. അപ്പം ദിവസം ചെല്ലും തോറും എക്സ്പ്ലോറേഷനും കൂടുമ്പം വീഡിയോയുടെ ലെങ്തും ഞാൻ അതുപോലെ ഇൻക്രീസ് ചെയ്യാം. കുറച്ചും കൂടെ ബെറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈദരാബാദിലേക്ക് ഓഫീസിലേക്ക് കയറി സിറ്റി ട്രാഫിക്കിലോട്ട് അങ്ങോട്ട് കയറാൻ പോവാണ്. കാരണം നല്ല പീക്ക് ടൈമാണ്. ഓഫീസിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ എല്ലാവരും ഇറങ്ങി തിരിച്ച് വീടുകളിലേക്ക് പോകുന്നൊരു ടൈമാണ്, അല്ലെങ്കിൽ പോയി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ടൈമാണ്. അതുകൊണ്ട് നല്ല തിരക്ക് കാണും. എന്നാ നീറ്റ് റോഡാണ്. കേരളത്തിലും നല്ല റോഡുകളൊക്കെ വരേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. നമ്മൾ കൊടുക്കുന്ന ടാക്സിനുള്ള റോഡൊന്നും നമുക്ക് ഇതുവരെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഞാനിപ്പം റൂളിംഗ് ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ല പറയുന്നത്, ഏതൊരു ഗവൺമെൻറ്റിനും ചെയ്യാവുന്നൊരു കേസ് തന്നെയാണ്. ഞാനൊരു പാർട്ടീനെയും താത്തിക്കെട്ടു ഒന്നും ചെയ്യുന്നതല്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ താത്തി കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയായിരിക്കും, അല്ലാതെ ചുമ്മാ ആരെയും പഴിയാറേണ്ട ആവശ്യം ആൾക്കാർക്കില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചതിലും കുറച്ച് നേരത്തെ എത്താൻ പറ്റി. ഞാൻ രാവിലെ ഇറങ്ങിയത് ഇച്ചിരി ലേറ്റായിട്ടാണ്. ഏകദേശം ഞാനൊരു 8 മണി റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് 9 ആകും സ്റ്റാർട്ട് ചെയ്യുമ്പം. കാരണം പാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ജോബാണ്. കാരണം ബാഗല്ല യൂസ് ചെയ്യുന്നത്. അപ്പം ഇറക്കുക എന്ന് പറയുന്നത് ഒരു 1/4 മണിക്കൂർ പോകുന്നൊരു പരിപാടിയാണ്. അപ്പോൾ 8-ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ 9 ആകുമ്പോഴേ വണ്ടി ഓണാക്കാൻ പറ്റുന്നുള്ളൂ. നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റിട്ട് വണ്ടി ഓടിക്കുന്നുള്ളൂ എന്നൊരു തീരുമാനമുണ്ട്. അതുപോലെ തന്നെ ഇന്ന ഡെസ്റ്റിനേഷൻ എത്തണം, അല്ലെങ്കിൽ ഇത്ര ടൈം കൊണ്ട് എത്തണം എന്നുള്ളൊരു കൺസെപ്റ്റൊന്നും എനിക്കില്ല. ഓടി എത്തുന്നിടം സേഫ് ആണെങ്കിൽ അവിടെ റൂം എടുക്കുക, കിടക്കുക, ഉറങ്ങുക, പിറ്റേ ദിവസം എഴുന്നേൽക്കുക, ആ ഒരു ലൈനിലാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. എൻ്റെ അമ്മ ഫ്ലൈ ഓവറൊക്കെ പണിത് വെച്ചിരിക്കുന്നു. നോക്കിക്കേ, ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. എന്നാ നീറ്റ് റോഡാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്നാണ് നല്ല മെനയുള്ള ഒരെണ്ണം വരുന്നത്. ബാംഗ്ലൂർ അല്ല ഹൈദരാബാദ്. തിരക്ക് എൻ്റെ അമ്മോ. ബാംഗ്ലൂർ ഞാൻ ഈവനിങ് വന്ന സമയത്ത് ഇതേ തിരക്ക് തന്നെയായിരുന്നു. അയ്യോ, ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഇടയുന്ന സമയങ്ങളുണ്ടായിരുന്നു സിഗ്നലുകളിലൊക്കെ പെട്ടു പോകുമ്പോൾ. നല്ല തിരക്കുണ്ട്. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ തിരക്കാണ്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ഹൈദരാബാദ് ട്രാഫിക്കിനകത്ത് വണ്ടി ഓടിക്കുന്നവർ കൊച്ചി വന്നു കഴിഞ്ഞാൽ ഹോൺ അടിക്കത്തില്ലെന്നാണ് എൻ്റെ വിചാരം. അതെന്തുകൊണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ട്രാഫിക്കിൻ്റെ കാര്യം തന്നെയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ റൂം കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം റൂം ടൂറൊക്കെ നടത്തുന്നതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. ലൈക്ക് ചെയ്യുക. ചാനലിലെ കണ്ടൻസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നാളെ നാഗ്പൂരിലേക്ക് ലക്ഷ്യം പിടിച്ചാണ് പ്ലാന്. നാഗ്പൂരില്ലെങ്കിൽ നാഗ്പൂരിനപ്പുറമോ ഇപ്പുറമോ എവിടെയെങ്കിലും ഹോൾട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവരും റൈഡ് സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.